മാടായി ഗവൺമെന്റ് ഹൈസ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി കുടുംബ സംഗമം സംഘടിപ്പിച്ചു. ഇപ്പോഴത്തെ കുട്ടികളുടെ IQ ലെവൽ വളരെ ഹൈ ആണ്. അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യവും അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും. ഇപ്പൊ ജനതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ. നിങ്ങൾ കഴിക്കണം. ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. മാടായി ഗവൺമെന്റ് ഹൈസ്കൂൾ 1976-77 SSLC ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി കുടുംബ സംഗമം മധുരം 1977 മഹാസംഗമം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. പയ്യന്നൂർ DYSP K വിനോദ് കുമാർ സംഗമം ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മ കൂടിച്ചേരൽ വളരെയധികം എനർജി നൽകുന്ന കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഇപ്പം 526 ആൾക്കാർ പരീക്ഷ ചെയ്ത് 250 ആൾക്കാരെ മാത്രമേ കണ്ടെത്താൻ സാധിച്ചു പറയുന്നത്. അപ്പോൾ എല്ലാവരെയും കണ്ടെത്തി എല്ലാവരെയും ഒന്നിച്ചു കൂട്ടി ഒരു സമൂഹമായി നിങ്ങൾക്ക് മാറാൻ സാധിച്ചാൽ നമ്മുടെ സമൂഹത്തിന് തന്നെ അതൊരു വലിയ മുതൽക്കൂട്ടായി മാറുമെന്നുള്ളതാണ് അതിന് സത്യം. 47 വർഷം മുമ്പത്തെ ബാച്ചിൻ്റെ കുടുംബസംഗമത്തിൽ വിദേശത്ത് നിന്നുൾപ്പെടെ 250ഓളം പേർ പങ്കെടുത്തു. കുടുംബസംഗമം കമ്മിറ്റി ചെയർമാൻ PK വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുൻകാല അധ്യാപകരെ ആദരിച്ചു. ശ്രീനിവാസൻ AV, ഗിരിജ PV, ഹൈമ M, സജിത് കുമാർ എന്നിവർ സംസാരിച്ചു. ഗുരുവന്ദനം, ആദരായനം, പൂർവ്വ വിദ്യാർത്ഥികളുടെയും കുടുംബാംഗങ്ങളുടെയും സർഗസല്ലാപ പരിപാടികൾ, ഓണസദ്യ എന്നിവയും നടന്നു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ശ്വാസം വലിച്ചുവിട്ടെ. എത്ര വയസ്സ് വരെ പാൽ കൊടുത്തു? 1 വയസ്സ് വരെ. കണ്ടില്ലേ, ഇപ്പോഴത്തെ കുട്ടികളുടെ IQ ലെവൽ വളരെ ഹൈ ആണ്. അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യവും അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും. ഇപ്പൊ ജനതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ. നിങ്ങൾ കഴിക്കണം. ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ.